ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നാളെയായിരിക്കും ചെറിയ പെരുന്നാൾ. സൗദിയിൽ മാസപ്പിറ കണ്ടു എന്ന വിവരം വരുന്നു. ഒമാനിൽ ചെറിയ പെരുന്നാൾ തിങ്കളാഴ്ചയാണ്. ഒമാനിൽ ഇന്ന് മാസപ്പിറവി കണ്ടില്ല. റമദാൻ 30 പൂർത്തിയാക്കിയാണ് തിങ്കളാഴ്ച ഈദുൽ ഫിത്തർ ആഘോഷം നടക്കാൻ പോകുന്നത്. സൗദി അറേബ്യയിൽ ഇന്ന് മാസപ്പിറ കണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നാളെയായിരിക്കും ചെറിയ പെരുന്നാൾ. സൗദിയിൽ മാസപ്പിറ കണ്ടു. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ചെറിയ പെരുന്നാൾ നാളെ. ഒമാനിൽ ചെറിയ പെരുന്നാൾ തിങ്കളാഴ്ചയായിരിക്കും. ഒമാനിൽ മാത്രം ഇന്ന് മാസപ്പിറവി കണ്ടിട്ടില്ല. റമദാൻ 30 പൂർത്തിയാക്കിയാണ് തിങ്കളാഴ്ച ഈദുൽ ഫിത്തർ ആഘോഷം നടക്കാൻ പോകുന്നത്. സൗദിയിൽ മാസപ്പിറ കണ്ടു എന്ന വിവരങ്ങൾ പുറത്തുവരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയ പെരുന്നാൾ ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നാളെയായിരിക്കും. ജലീൽ കണ്ണമംഗലം നമ്മളോടൊപ്പം ചേരുന്നു. റിയാദിൽ നിന്ന് ജലീൽ, വിവരങ്ങൾ പറയൂ. കണ്ടതായി സൗദി സുപ്രീം കോടതി സ്ഥിരീകരിച്ചിരിക്കുന്നു. സൗദിയുടെ സമീറിലാണ് മാസം കണ്ടത് അല്പം മുമ്പ്. നാളെയാണ് ചെറിയ പെരുന്നാൾ. ഒമാൻ ഒഴികെ മറ്റു ഗൾഫ് രാജ്യങ്ങളിലും പല അറബ് രാജ്യങ്ങളിലും നാളെയായിരിക്കും ചെറിയ പെരുന്നാൾ. ഒമാനിൽ ഇന്ന് മാസപ്പിറ കണ്ടില്ല. അതുകൊണ്ട് തന്നെ നാളെ റമദാൻ 30 പൂർത്തിയാക്കും. തിങ്കളാഴ്ചയായിരിക്കും ഒമാനിൽ ചെറിയ പെരുന്നാൾ. ഒരു മാസക്കാലം നീണ്ടുനിന്ന വ്രതാനുഷ്ഠാനം അവസാനിപ്പിച്ച് ഇസ്ലാമത വിശ്വാസികൾ പെരുന്നാൾ ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. തക്ബീർ ധ്വനികൾ മുഴക്കി പെരുന്നാളിനെ വിശ്വാസികൾ സ്വാഗതം ചെയ്യുകയാണ്. നിർബന്ധ കർമ്മമായ ഫിത്ർ സക്കാത്ത് വിതരണം ഇതിനകം ആരംഭിച്ചു. ഓരോ വ്യക്തിയും അരി ഉൾപ്പെടെയുള്ള ധാന്യങ്ങളാണ് പ്രധാനമായും ഫിത്ർ സക്കാത്തായി പാവങ്ങൾക്ക് വിതരണം ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു മാസം, അതായത് 29 പകൽ ദിവസം അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് ആരാധന കർമ്മങ്ങളിൽ മുഴുകി നോമ്പെടുത്ത വിശ്വാസികളെ ആ ആത്മീയ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്. നാളെ രാവിലെ തന്നെ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് പെരുന്നാൾ നമസ്കാരത്തിനായി വിശ്വാസികൾ പോകും. പള്ളികളിലും ഈദ്ഗാഹുകളിലും എല്ലാം പെരുന്നാൾ നമസ്കാരത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികളിൽ ലക്ഷക്കണക്കിന് വിശ്വാസികൾ പെരുന്നാൾ നമസ്കാരത്തിലും ഖുത്ബയിലും പങ്കെടുക്കും. മക്കയിലെ ഹറം പള്ളിയിലെ ഷെയ്ഖ് അബ്ദുറഹ്മാൻ സുദൈസ് പെരുന്നാൾ നമസ്കാരത്തിലും ഖുത്ബക്കും നേതൃത്വം നൽകും. സൂര്യൻ ഉദിച്ച് 15 മിനിറ്റായാൽ പെരുന്നാൾ നമസ്കാരം നിർവഹിക്കണമെന്നാണ് സൗദി മതകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. 19,000-ഓളം സ്ഥലങ്ങളിൽ സൗദിയിൽ മാത്രം പെരുന്നാൾ നമസ്കാരം നടത്തുന്നുണ്ട്. 15,948 പള്ളികളും 3,939 ഈദ്ഗാഹുകളും നമസ്കാരത്തിനായി ഒരുങ്ങിയിരിക്കുകയാണ്. പെരുന്നാൾ ആശംസകൾ കൈമാറുക, പെരുന്നാൾ വിഭവങ്ങൾ തയ്യാറാക്കുക, ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും സന്ദർശിക്കുക തുടങ്ങിയവയെല്ലാം ഈദ് ദിനത്തിൽ വിശ്വാസികൾ ചെയ്യാറുണ്ട്. സൗദിയിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലുമെല്ലാം പെരുന്നാളിനെ വരവേൽക്കാനുള്ള വളരെ വിപുലമായ ഒരുക്കങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. പെരുന്നാൾ വിപണി വളരെ സജീവമാണ്. വിഭവങ്ങൾ വാങ്ങാനുള്ള തിരക്കുകളും മറ്റും റോഡുകളിലും അതോടൊപ്പം തന്നെ ഷോപ്പിംഗ് കേന്ദ്രങ്ങളിലുമെല്ലാം കാണുന്നുണ്ട്. ഗോപേഷ്, ശരി. ജലീൽ കണ്ണമംഗലമാണ് റിയാദിൽ നിന്ന്, ജിദ്ദയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഒമാനിൽ മാസപ്പിറവി കാണാത്തതിനാൽ ചെറിയ പെരുന്നാൾ ഒമാനിൽ തിങ്കളാഴ്ചയെ ആഘോഷിക്കും. സൗദി അറേബ്യയിൽ മാസപ്പിറവി കണ്ടു. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നാളെയാണ് ചെറിയ പെരുന്നാൾ. ആഘോഷത്തിന്റെ ഒരുക്കങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ് ജലീൽ കണ്ണമംഗലം ജിദ്ദയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്.